ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഏടെ ടൗണിൽ പോയപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കതൊന്ന് കുറച്ചെടുത്തിട്ട് കറി വെച്ചെടുക്കാം, ബാക്കിയുള്ളത് ഫ്രൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ പീസാക്കിയതാണ് കേട്ടോ. മീഡിയം ലെവലിലാക്കാൻ പറഞ്ഞതാണ്, പക്ഷേ ചെറിയ ചെറിയ പീസായി. എങ്ങനെ വെച്ചെടുക്കണം എന്നറിയില്ല. കറി വെച്ചിട്ട് കൂട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ ചിക്കൻ പീസ് കഴിക്കുന്നത് ഫ്രൈ ചെയ്തിട്ടാണ്. അപ്പോൾ ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരാവേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മസാല ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടി ചൂടായിട്ടുണ്ട്. നമുക്കത് ചിക്കനിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടി നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ചിക്കൻ എല്ലാം പെരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മസാല ഇനി കുറച്ച് സമയം റെസ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് മസാല പിടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ മസാല പെരക്കി വയ്ക്കാം കേട്ടോ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടി, ചിക്കൻ മസാല, അല്പം മുളക് പൊടി. ഇത്തവണ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊന്നും ആക്കുന്നില്ല കേട്ടോ. കറിയിൽ നേരിട്ടിരുന്നുകൊണ്ട് പിന്നെ ഇതിനായിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ
ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാനുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ആവശ്യമുള്ള ഉള്ളി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് തുടങ്ങാൻ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ട് നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്നായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളകും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി നന്നായി വഴണ്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ആയാൽ പോരാ കേട്ടോ, നല്ലോണം വഴണ്ടി വരണേ. നമ്മുടെ ഉള്ളി നല്ലോണം വഴറ്റിയെടുത്തിട്ട് തക്കാളി കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നമ്മുടെ തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഏകദേശം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ നേരത്തെ മസാലയൊക്കെ വരക്കി വെച്ച് നമ്മുടെ ചിക്കൻ എടുത്ത് ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോൾ അതിന് വെള്ളം നന്നായി ഇറങ്ങാവുന്നോളും. നമുക്കിത് കുറച്ച് സമയം അടച്ച് വെക്കാവേ. ഉള്ളി വഴറ്റുമ്പോൾ ഞാൻ ഉപ്പിടാത്തതെന്ന് വെച്ചാൽ ചിക്കനിൽ നന്നായി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ. ഉപ്പ് നല്ലോണം പിടിക്കട്ടെ എന്ന് കരുതിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പിടാതിരുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന്
വെന്ത് വരുന്നവരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് മല്ലിയില കൂടി മുളകിന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ലോണം വെന്തതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമ്പോൾ നന്നായിരിക്കും. അപ്പം നമ്മുടെ ചിക്കൻ കറി അവിടെ റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത് റെഡിയാക്കാം കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ അതിലേക്ക് വെച്ചു കൊടുക്കാം. കടക്കാരം വെച്ചിട്ട് ഒരു മീഡിയം ലെവലിൽ കട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ കട്ടേക്ക് വിട്ടിട്ട് ചെറിയ വിട്ടായി. നമുക്കത് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി എന്തായെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ കറി എന്തായെന്ന് പറയണ്ടേ, ഇളക്കി നോക്കാം കേട്ടോ. നമ്മുടെ കറി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുരുമുളക് ഇനി അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അല്പം മസാലപ്പൊടി, ചിക്കൻ മസാല ഞാൻ അത്ര ഇടാറുള്ളൂ കേട്ടോ. ഒരു അര ടീസ്പൂൺ അത്യാവശ്യം കുരുമുളക് ഇടുക. അത്യാവശ്യം എന്നല്ല, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇടാം. സൈഡ് റെഡി ആയിട്ടുണ്ട്. മറ്റേ സൈഡിൽ ആ ഒരു സൈഡും കൂടി വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ കറി എന്തായെന്ന് നോക്കാം. വഴച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ കുറച്ച് ചാറായിട്ട് തന്നെ കറി വയ്ക്കാൻ തോന്നും. തേങ്ങയൊന്നും വറുത്തരക്കാത്ത നല്ല ഒന്നാമത് ചിക്കൻ കറി. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡിയായി. നമുക്ക് അതിലേക്കുള്ള താളിപ്പ് കൂടി റെഡിയാക്കി എടുക്കാം. ബാക്കിയുള്ള മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതിനായി ഒരു ചെറിയ ഉള്ളി കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു പകുതി ഉള്ളി എടുത്തു, ചെറിയൊരു ഉള്ളിയുടെ പകുതി എടുത്തുള്ളൂ കേട്ടോ. ബാക്കി എണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് തളിച്ചെടുക്കാം. കുറച്ചേ ഒഴിച്ചുള്ളൂ കേട്ടോ. കറിയിൽ എണ്ണ വഴച്ചതുകൊണ്ട് ഉള്ളി വഴച്ചിട്ടല്ലേ കറി വെക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളി കുറച്ച് മാത്രമേ ഒഴിച്ചുള്ളൂ. സോറി, എണ്ണ കുറച്ച് ഒഴിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ നാടൻ രീതിയിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രൈ കൂടി റെഡിയായ എല്ലാം ഓക്കെ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തതും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ബാക്കി ആ ഒരു ചൂടിന് കൂടി ഒന്ന് ഫ്രൈ ആയിക്കോളും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.